ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ലാഗ് കോമ്പൻസേറ്റർ ഡിസൈൻ ചെയ്യുന്നത് യൂസിങ് ബോട്ട് പ്ലോട്ട് അല്ലെങ്കിൽ ഫ്രീക്വൻസി റെസ്പോൺസ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ലാഗ് കോമ്പൻസേറ്റർ ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് സ്റ്റെപ്സ് ഒന്ന് നോക്കാം, അതിനുശേഷം ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യം ഒറിജിനലി ഒരു സിസ്റ്റം എന്ന് ഉദ്ദേശിച്ചാൽ കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഡാറ്റ ആ സിസ്റ്റത്തിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ ആ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കുക നമ്മൾ. എന്നിട്ട് സ്റ്റെപ്പ് 1, ചൂസ് ദ വാല്യൂ ഓഫ് കെ ഇൻ ദ അൺകോമ്പൻസേറ്റഡ് സിസ്റ്റം ടു മീറ്റ് ദ സ്റ്റഡി സ്റ്റേറ്റ് എറർ റിക്വയർമെൻറ്റ്. അപ്പോൾ ലാഗ് കോമ്പൻസേറ്റർ ഡിസൈൻ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ലാഗ് കോമ്പൻസേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റഡി സ്റ്റേറ്റ് പെർഫോമൻസ് പാരാമീറ്റേഴ്സാണ് ഇംപ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് സ്റ്റഡി സ്റ്റേറ്റ് എറർ റിക്വയർമെൻ്റ് ഒക്കെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവാം. അപ്പം ഒറിജിനൽ തന്നിരിക്കുന്ന അൺകോമ്പൻസേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റത്തിൻ്റെ ഗെയിൻ എന്താണെന്ന് സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ ഈ എറർ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യുന്ന ഒരു ഗെയിന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ അങ്ങനെ ഒറിജിനൽ സിസ്റ്റത്തിന് നമ്മളവിടെ ഗെയിനൊക്കെ കൊടുത്ത് സെറ്റാക്കി വയ്ക്കുക. അതിനുശേഷം സ്കെച്ച് ദ ബോർഡ് പ്ലോട്ട് ഓഫ് ദ അൺകോമ്പൻസേറ്റഡ് സിസ്റ്റം. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ പ്രീവിയസ് സെമിസ്റ്ററിൽ LCSൽ എങ്ങനെയാണോ ഒരു സിസ്റ്റത്തിൻ്റെ ബോർഡ് പ്ലോട്ട് വരച്ചത് അതുപോലെ ആ തന്നിരിക്കുന്ന സിസ്റ്റത്തിൻ്റെ ബോർഡ് പ്ലോട്ട് വരയ്ക്കുക. ബോർഡ് പ്ലോട്ട് വരച്ചതിന് ശേഷം തേർഡ് സ്റ്റെപ്പ്, ഡിറ്റർമൈൻ ദ ഫേസ് മാർജിൻ ഓഫ് ദ അൺകോമ്പൻസേറ്റഡ് സിസ്റ്റം ഫ്രം ദ ബോർഡ് പ്ലോട്ട്. എന്നിട്ട് അൺകോമ്പൻസേറ്റഡ് സിസ്റ്റത്തിൻ്റെ ഫേസ് മാർജിൻ കണ്ടുപിടിക്കുക. ആ ഫേസ് മാർജിൻ നമ്മളോട് ചോദിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഫേസ് മാർജിൻ ഉണ്ടോ എന്ന് നോക്കുക. ഇല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ലാഗ് കോമ്പൻസേറ്റർ ഡിസൈൻ ചെയ്യണം. എന്നിട്ട് നമ്മുടെ ഫേസ് മാർജിൻ അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, നോക്കുക. സ്റ്റെപ്പ് 4, ചൂസ് എ സ്യൂട്ടബിൾ വാല്യൂ ഫോർ ദ ഫേസ് മാർജിൻ ഓഫ് ദ കോമ്പൻസേറ്റഡ് സിസ്റ്റം. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ടാകും കോമ്പൻസേറ്റഡ് സിസ്റ്റം ഷുഡ് ഹാവ് ദിസ് മച്ച് ഫേസ് മാർജിൻ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അപ്പം നമുക്ക് ഫോർ എക്സാമ്പിൾ നമുക്ക് അൺകോമ്പൻസേറ്റഡ് സിസ്റ്റം നമ്മൾ ബോർഡ് പ്ലോട്ട് വരച്ചു. ഫേസ് മാർജിൻ നമുക്കൊരു 10 ഡിഗ്രി കിട്ടിയിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. കോമ്പൻസേറ്റഡ് സിസ്റ്റത്തിൻ്റെ ഫേസ് മാർജിൻ 35 ഡിഗ്രി വേണമെന്ന് വയ്ക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പുതിയ കോമ്പൻസേറ്റഡ് സിസ്റ്റത്തിൻ്റെ ഫേസ് മാർജിൻ എന്ന് പറയുന്നത് എന്താണ്, 35. അപ്പോൾ ഗാമ ഡി എന്ന് പറയുന്നത് അതാണ് ഡിസൈഡ് ഫേസ് മാർജിൻ ആസ് ഗിവൺ ഇൻ സ്പെസിഫിക്കേഷൻ. ദെൻ ഗാമ എൻ ദ ഫേസ് മാർജിൻ ഓഫ് ദ കോമ്പൻസേറ്റഡ് സിസ്റ്റം. അപ്പോൾ ഈ കോമ്പൻസേറ്റഡ് സിസ്റ്റത്തിൻ്റെ ഫേസ് മാർജിൻ എന്ന് പറയുന്നത് ഡിസൈഡ് അപ്പോൾ നമുക്ക് 35 ആണെങ്കിൽ 35 മാത്രം എടുത്താൽ പോരാ. നമ്മൾ ഡിസൈൻ ചെയ്ത് ഫൈനലായിട്ട് 35 കറക്റ്റ് നമുക്ക് കിട്ടണമെങ്കിൽ ഒരു ഇനീഷ്യലി നമ്മളൊരു 5 ഡിഗ്രിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അഡീഷണൽ ഫേസ് ലാഗ് ടു കോമ്പൻസേറ്റ് ഫോർ ഷിഫ്റ്റ് ഇൻ ദ ഗെയിൻ ക്രോസ് ഓവർ ഫ്രീക്വൻസി. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഈ സ്റ്റെപ്പിൽ നമ്മൾ ഡിസൈനിൽ 5 ഡിഗ്രി എടുത്തിട്ട് ചെയ്യും. എന്നിട്ട് നമ്മളൊക്കെ ഡിസൈൻ ചെയ്യുന്നു. ഡിസൈൻ ചെയ്ത് ഫൈനലായി എത്തിയതിന് ശേഷം നമ്മൾ കോമ്പൻസേറ്റർ വെച്ച് ഒറിജിനൽ സിസ്റ്റം കോമ്പൻസേറ്ററും കൂടെയുള്ള ബ്ലോക്ക് ഡയഗ്രാം കൺസിഡർ ചെയ്ത് അതിൻ്റെ ഒരു ബോർഡ് പ്ലോട്ടൊക്കെ വരച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഫേസ് മാർജിൻ ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള 35 ഡിഗ്രി കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. കിട്ടുന്നില്ലെങ്കിൽ വീണ്ടും നമ്മൾ ഈ സ്റ്റെപ്പ് തൊട്ട് വീണ്ടും ചെയ്യണം. കാരണം നമ്മളിപ്പോൾ 35 + 5 40 എടുത്തിട്ടില്ലെങ്കിൽ ദെൻ 40 + 5 ഒരു 5ഉം കൂടെ ആഡ് ചെയ്ത് അങ്ങനെ ഈ സ്റ്റെപ്പ് തൊട്ട് വീണ്ടും പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം ഇത് എത്രയാണോ റിക്വയർഡ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതാണ് നമ്മുടെ ഗാമ ഡിയോട് 5 ആഡ് ചെയ്തെടുത്തു. അതാണ് നമ്മുടെ പുതിയ ഗെയിൻ ക്രോസ് ഓവർ പുതിയ ഫേസ് മാർജിൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഫേസ് മാർജിൻ നമ്മുടെ ഓൾറെഡി വരച്ച് വെച്ചിരിക്കുന്ന പ്ലോട്ടിൽ നിന്ന് ആ പുതിയ ഫേസ് മാർജിൻ കിട്ടണമെങ്കിൽ എന്തായിരിക്കും ഗെയിൻ ക്രോസ് ഓവർ ഫ്രീക്വൻസി എന്ന് നോക്കുക. ദാറ്റ് ഈസ് ω/GCN. ആ ω/GCNന് കറസ്പോണ്ടിങ് ഉള്ള ഫേസും കാര്യങ്ങളും ഇതൊക്കെ ഇന്ന് കിട്ടും. ഓക്കെ, അത് കഴിഞ്ഞ് ഈ കറസ്പോണ്ടിങ് ഫ്രീക്വൻസിയിൽ അപ്പം പുതിയ ഫേസ് മാർജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗെയിൻ ക്രോസ് ഓവർ ഫ്രീക്വൻസിയാണ് ω/GCN. ആ പുതിയ ω/GCNലെ ഗെയിൻ എന്താണെന്ന് നോക്കുക. ദാറ്റ് ഈസ് AGCN. ദെൻ AGCN = 20 log ബീറ്റ. ഇവിടെ ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താ സാധനം? കാരണം നമുക്ക് ഡിസൈൻ ചെയ്യാനുള്ളത് എന്താണ്, ഒരു ലാഗ് കോമ്പൻസേറ്റർ ആണ്. ലാഗ് കോമ്പൻസേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, S+1/T / S+1/βT. അപ്പോൾ അവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ട പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണ്, ടിയും ബീറ്റയാണ്. ആ ബീറ്റയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് അറിയാം ഒരു ലാഗ് കോമ്പൻസേറ്ററിൻ്റെ ബീറ്റ ബീറ്റ എന്താണെന്ന് അറിയണമെങ്കിൽ ഈ പുതിയ ഗെയിൻ ക്രോസ് ഓവർ ഫ്രീക്വൻസിയിലുള്ള ഗെയിൻ
ഇസ് ഈക്വൽ ടു 20 log ബീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ ബീറ്റയുടെ വാല്യൂ നമുക്ക് കിട്ടും. ബീറ്റയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടിയുടെ വാല്യൂ കണ്ടുപിടിക്കലാണ്. അപ്പോൾ ZC സീറോ ഓഫ് ദ കോമ്പൻസേറ്റർ ഇസ് ഈക്വൽ ടു 1/t ആണെന്നറിയാം. 1/tയുടെ ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക. 1/t ഈക്വൽ ടു ഒമേഗ GCN/10. 1/t ഈക്വൽ ടു ഒമേഗ GCN/10. അപ്പോൾ ഇതിൽ നിന്ന് ടി എന്താ 10/ωGCN. അപ്പോൾ ടിയും ബീറ്റയും കിട്ടിക്കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് ദ ലാഗ് കോമ്പൻസേറ്റർ എന്താ S+1/t ഡിവൈഡഡ് ബൈ S+1/βt. ഇതിനെ നമുക്ക് റീഅറേഞ്ച് ചെയ്ത് ബീറ്റ ഇൻറ്റു 1+ST ഡിവൈഡഡ് ബൈ 1+Sβt എന്ന് എഴുതാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, ഇതാണ് പുതിയ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ബീറ്റ. അപ്പോൾ നമുക്ക് ഈ ഗെയിൻ ബീറ്റ എന്ന് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞൊരു സ്കെയിലിംഗ് ഫാക്ടർ ആണല്ലോ, ഒരു ഗെയിൻ ആണല്ലോ. അപ്പോൾ ആ ഗെയിന് നമുക്ക് വേണമെന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 1/β എന്ന് വെച്ചിട്ടുള്ള വേറൊരു സ്കെയിലിംഗ് അല്ലെങ്കിൽ ഒരു അറ്റന്യൂവേറ്റർ വെച്ചിട്ട് നമുക്ക് അതിനെ ഒഴിവാക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ 1+ST/1+Sβt എന്ന് പറയുന്ന ഒരു പോളും ഒരു സീറോയും ആഡ് ചെയ്തു. ഇത് പുതിയ കോമ്പൻസേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇനി പുതിയ കോമ്പൻസേറ്റ് ചെയ്ത സിസ്റ്റം, അപ്പോൾ അൺകോമ്പൻസേറ്റഡ് സിസ്റ്റം എന്ന് പറയുന്നത് ഏതേ ഉണ്ടായിരുന്നുള്ളൂ, GS മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി കോമ്പൻസേറ്റഡ് സിസ്റ്റം എന്ന് പറയുന്നതിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്താണ്, 1/β ഇൻറ്റു ദിസ് GC(s) ഇൻറ്റു G(s) ഇതായിരിക്കും. അപ്പോൾ ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ പുതിയ സിസ്റ്റത്തിൻ്റെ ഫേസ് മാർജിൻ എന്താണെന്ന് കണ്ടുപിടിക്കുക. പുതിയതായിട്ട്, അതായത് ഈ മൊത്തം കിട്ടിയിരിക്കുന്ന സിസ്റ്റത്തിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കിട്ടി, അതിൻ്റെ ബോട്ട് പ്ലോട്ട് വരയ്ക്കുക. അതിൻ്റെ ബോട്ട് പ്ലോട്ടിൽ നിന്ന് പുതിയ സിസ്റ്റത്തിൻ്റെ ഫേസ് മാർജിൻ എന്താണെന്ന് നോക്കുക. ഈ ഫേസ് മാർജിൻ എന്തായിരിക്കണം, നമ്മുടെ ആക്ച്വൽ ഫേസ് മാർജിൻ സാറ്റിസ്ഫൈ ദ ഗിവൺ സ്പെസിഫിക്കേഷൻ. നമ്മൾ സ്പെസിഫിക്കേഷനിൽ പറഞ്ഞതായിട്ടുണ്ടെങ്കിൽ ഡിസൈൻ ഇസ് ആക്സെപ്റ്റഡ്, അതർവൈസ് റിപ്പീറ്റ് ദ പ്രൊസീജിയർ ഫ്രം 4 to 10. നേരത്തെ പറഞ്ഞു എപ്സിലോണിൽ 5 കൂടെ മോർ എടുത്തിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് ക്ലിയർ ആണല്ലോ. സ്റ്റെപ്സ് ഒന്നും കൂടെ റീകളക്ട് ചെയ്യാം. ഫസ്റ്റ് അൺകോമ്പൻസേറ്റഡ് സിസ്റ്റത്തിൻ്റെ ബോട്ട് പ്ലോട്ട് വരയ്ക്കുക. അൺകോമ്പൻസേറ്റഡ് സിസ്റ്റത്തിൻ്റെ ഗെയിൻ കറക്റ്റായിട്ട് നമുക്ക് തന്നിട്ടില്ലെങ്കിൽ തന്നിരിക്കുന്ന സ്റ്റഡി സ്റ്റേറ്റ് എറർ റിക്വയർമെൻറ്റ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ കെ കണ്ടുപിടിക്കുക. ഒറിജിനൽ സിസ്റ്റത്തിൻ്റെ ബോട്ട് പ്ലോട്ടിൽ നിന്ന് നമ്മൾ അതിൻ്റെ ഫേസ് മാർജിൻ നോക്കുക. അതിൻ്റെ ഫേസ് മാർജിൻ റിക്വയർഡ് ഫേസ് മാർജിൻ ഇല്ലെങ്കിലാണ് നമ്മുടെ കോമ്പൻസേറ്ററിൻ്റെ ആവശ്യകത. അപ്പോൾ ഫേസ് മാർജിൻ റിക്വയർഡ് എത്രയും നോക്കുക, അതിലേക്ക് ഒരു 5 കൂട്ടിയിട്ട് എടുക്കുക. എന്നിട്ട് നമ്മുടെ ബോട്ട് പ്ലോട്ടിൽ നിന്ന് അൺകോമ്പൻസേറ്റഡ് സിസ്റ്റത്തിൻ്റെ ബോട്ട് പ്ലോട്ടിൽ നിന്ന് പുതിയ ഫേസ് മാർജിൻ കിട്ടണമെങ്കിൽ എന്തായിരിക്കണം ഗെയിൻ ക്രോസ് ഓവർ ഫ്രീക്വൻസി എന്ന് കണ്ടുപിടിക്കുക. ആ ഗെയിൻ ക്രോസ് ഓവർ ഫ്രീക്വൻസിയിലുള്ള ഗെയിൻ യൂസ് ചെയ്തിട്ട് നമുക്ക്, അതായത് ആ ഫ്രീക്വൻസിയിലുള്ള ഗെയിൻ എത്രയാണോ, അപ്പോൾ ആ ഗെയിൻ അല്ലേ നമുക്ക് അങ്ങോട്ട് അവോയ്ഡ് ചെയ്യേണ്ടത്, അതിനെ സീറോയിലേക്ക് കൊണ്ടുവരണമല്ലോ. അപ്പോഴല്ലേ അത് ഗെയിൻ ക്രോസ് ഓവർ ഫ്രീക്വൻസി ആയിട്ട് മാറുള്ളൂ. അപ്പോൾ ആ ഗെയിൻ നമുക്ക് റെഡ്യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കണം, 20 log ബീറ്റ എന്ന് വെച്ച് ചെയ്യണം. ഓക്കെ, അതിനെ ഇക്വേറ്റ് ചെയ്യണം. അതിൽ നിന്ന് ബീറ്റ കണ്ടുപിടിക്കുക. ദെൻ കിട്ടിയിരിക്കുന്ന ഗെയിൻ ക്രോസ് ഓവർ ഫ്രീക്വൻസി ഉപയോഗിച്ചിട്ട് ടിയുടെ വാല്യൂ കണ്ടുപിടിക്കുക. T is equal to 10/ωGCN. ദെൻ ബീറ്റയുടെയും ടിയുടെയും വാല്യൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഫോം ചെയ്യുക. ട്രാൻസ്ഫർ ഫംഗ്ഷൻ വെച്ചിട്ട് പുതിയ ബ്ലോക്ക് ഡയഗ്രം കണ്ടുപിടിക്കുക. അതിൻ്റെ ഫേസ് മാർജിൻ ചെക്ക് ചെയ്യുക ആൻഡ് ചെക്ക് വെദർ ഇറ്റ് സാറ്റിസ്ഫൈ ദ സ്പെസിഫിക്കേഷൻ ഓർ നോട്ട്. ഓക്കെ, ഇനി ഒരു എക്സാമ്പിളും ചെയ്തു നോക്കാം. A unity feedback system has an open loop transfer function G(s) equal to k/s into 1+2s. Design a suitable lag compensator so that phase margin is 40 degree and the steady state error for ramp input is less than or equal to 0.2. Okay, അപ്പം ഒറിജിനൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. G(s) equal to k/s into 1+2s. k എന്താണെന്ന് നമുക്കറിയില്ല. ഇതിൻ്റെ റിക്വയർമെൻറ്റ് ഇത്രയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു റാമ്പ് ഇൻപുട്ടായിട്ട് കൊടുക്കുകയാണെങ്കിൽ സ്റ്റഡി സ്റ്റേറ്റ് എറർ എന്തായിരിക്കണം, 0.2നേക്കാളും കുറവായിരിക്കണം. അതാണ് നമ്മുടെ റിക്വയർമെൻറ്റ്. പുതിയ സിസ്റ്റത്തിന് 40 ഫേസ് മാർജിൻ 40 ഡിഗ്രിയും വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലാഗ് കോമ്പൻസേറ്ററാണ് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, കെ എന്താണ് കണ്ടുപിടിക്കണം. കെ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന എന്താണ്, റാമ്പ് ഇൻപുട്ടിന് എറർ ലെസ് ദാൻ 0.2 എന്നറിയണം. ഓക്കെ, സ്റ്റഡി സ്റ്റേറ്റ് എറർ ലെസ് ദാൻ 0.2 ഫോർ റാമ്പ് ഇൻപുട്ട്.
അപ്പോൾ നമുക്കത് 0.2 എന്ന് മാർജിൻ എടുക്കാം. ദെൻ ഇത് റാമ്പ് ഇൻപുട്ട് ആണെങ്കിൽ നമ്മൾ വെലോസിറ്റി എറർ കോൺസ്റ്റൻറ്റ് kV ആണെങ്കിൽ സ്റ്റഡി സ്റ്റേറ്റ് എറർ ഇസ് ഈക്വൽ ടു 1/kV. ഓക്കെ, ഇത് നമുക്ക് ഓരോ ഇൻപുട്ടിനനുസരിച്ചും അത് മാറിക്കൊണ്ടിരിക്കും കേട്ടോ. KP ആണെങ്കിൽ ESS ഈക്വൽ ടു 1/1 + KP എന്നായിരിക്കും. അപ്പോൾ അതൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇവിടെ റാമ്പ് ആണെങ്കിൽ ശ്രദ്ധിക്കുക, ESS ഈക്വൽ ടു 1/kV. സോ KVയുടെ വാല്യൂ കിട്ടി. ഇനി എറർ കോൺസ്റ്റൻറ്റിൻ്റെ ഇക്വേഷൻ KV ഇസ് ഈക്വൽ ടു ലിമിറ്റ് S → 0 S × G(s) × H(s). ഇവിടെ യൂണിറ്റി ഫീഡ്ബാക്ക് സിസ്റ്റമാണ്. അപ്പോൾ H(s) ഈക്വൽ ടു 1 ആണ്. G(s)ൻ്റെ വാല്യൂ നമുക്കറിയാം. അപ്പോൾ S × G(s) എന്താ K/S × 1 + 2S. അതിന് ലിമിറ്റ് S → 0 കൊടുത്തു കഴിഞ്ഞാൽ KV ഈക്വൽ ടു K എന്ന് കിട്ടും. KVയുടെ വാല്യൂ ഓൾറെഡി 5 എന്ന് കിട്ടിയിട്ടുണ്ട്. സോ K ഈക്വൽ ടു 5 ബിക്കോസ് KV ഈക്വൽ ടു K. അപ്പോൾ നമ്മുടെ പുതിയ അൺകോമ്പൻസേറ്റഡ് സിസ്റ്റം എന്ന് പറയുന്നത് എന്തായി? 5 / S × 1 + 2S. 5 / S × 1 + 2S. ഇനി ഇതിൻ്റെ ബോർഡ് പ്ലോട്ടാണ് വരയ്ക്കേണ്ടത്. ഇതിൻ്റെ ബോർഡ് പ്ലോട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യം എന്ത് ചെയ്യണം? എസ്സിന് നമ്മൾ jω എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എസ്സിന് jω സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ പുതിയ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കിട്ടി ഇൻ ടേംസ് ഓഫ് jω. ഇതിൽ 2 ടേം ഉണ്ട്. ഒന്ന് 1/S അല്ലെങ്കിൽ 5/S എന്ന് പറയുന്ന അല്ലെങ്കിൽ 5/jω എന്ന് പറയുന്ന ഒരു ടേമും 1/1 + 2jω എന്ന് പറയുന്ന ഒരു ടേമും. അപ്പോൾ നിങ്ങൾക്കറിയാം ഇതിൻ്റെ ഒരു കോർണർ ഫ്രീക്വൻസിയെ നമുക്ക് എടുക്കാനുള്ളൂ. 1 + ST ആണെങ്കിൽ T ഇസ് ദ ടൈം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 1/T ആണ് കോർണർ ഫ്രീക്വൻസി. അപ്പോൾ 1 + 2jω കോർണർ ഫ്രീക്വൻസി എന്താണ്? 1/2. അപ്പം നമുക്ക് ഒരു കോർണർ ഫ്രീക്വൻസി 1/2 0.5 മാത്രമേ ഉള്ളൂ. അപ്പം ബിലോ ദിസ് കോർണർ ഫ്രീക്വൻസി ഏത് ടേമിൻ്റെ എഫക്റ്റ് ആയിരിക്കും? 5/jω. ഇതിന് എത്രയാണ് സ്ലോപ്പ് ഉണ്ടാവുക? -20 dB/decade അല്ലേ? എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് ഡിനോമിനേറ്ററിലുള്ള ടേമാണ്. അടുത്തും അതേപോലെ ഡിനോമിനേറ്ററിൽ ഒരു ഫസ്റ്റ് ഓർഡർ ടേമാണ്. ഇതിൻ്റെയും സ്ലോപ്പ് -20. അപ്പം ഇത് രണ്ടും കൂടെ കഴിയുമ്പോൾ ഈ ഒരു കോർണർ ഫ്രീക്വൻസി തൊട്ട് നെറ്റ് സ്ലോപ്പ് എത്രയായിരിക്കും? -40 dB/decade. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്കൊരു കോർണർ ഫ്രീക്വൻസി കയ്യിലുണ്ട്. ബോർഡ് പ്ലോട്ട് വരയ്ക്കണമെങ്കിൽ വി ആർ ടേക്കിംഗ് എ ഫ്രീക്വൻസി വിച്ച് ഈസ് ലെസ് ദാൻ ദിസ് കോർണർ ഫ്രീക്വൻസി. Then we are calculating the magnitude at this corner frequency. Then we are calculating the magnitude above this corner frequency. അപ്പോൾ നമുക്ക് അങ്ങനെ 3 ഫ്രീക്വൻസീസ് സെലക്ട് ചെയ്യണം. കോർണർ ഫ്രീക്വൻസി 0.5 ആണ്. അപ്പോൾ നമ്മളിവിടെ ω L എടുത്തിരിക്കുന്നത് 0.1 which is less than 0.5. Then 0.5. Then ω H that is equal to 10 greater than 0.5 എടുക്കുക. ഇനി നോക്കിയേ, ലോവർ ഫ്രീക്വൻസിയിൽ മാഗ്നിറ്റ്യൂഡ് 20 log 5/jω. അറ്റ് ω ഈക്വൽ ടു ωc 20 log 5/jω. ഓക്കെ, ഇനി അറ്റ് ω ഈക്വൽ ടു ωh നമ്മൾ പ്രീവിയസിൽ നിന്ന് എടുക്കുക. ചേഞ്ച് ഇൻ സ്ലോപ്പ് നമുക്കറിയാം. അപ്പോൾ -40 × log 10/0.5 പ്ലസ് the magnitude അല്ലെങ്കിൽ ഗെയിൻ അറ്റ് ω ഈക്വൽ ടു ωc ദാറ്റ് ഇസ് 20. അതും കൂടെ ആഡ് ചെയ്തു ടോട്ടൽ -32 കിട്ടി. അപ്പോൾ ഈ 3 ഫ്രീക്വൻസിയിൽ കിട്ടിയിരിക്കുന്ന വാല്യൂ വെച്ചിട്ട് ബോർഡ് പ്ലോട്ട് വരച്ചത് ഞാനൊന്ന് കാണിച്ചു തരാം. ഓക്കെ, കണ്ട വരച്ചു വെച്ചിരിക്കുന്നത് ഇതാണ്. അത് 0.1 1 10 ഇങ്ങനെയാണ് ഓരോ ഡിവിഷനായിട്ട് എടുത്തിരിക്കുന്നത്. 0.1 ഇപ്പോൾ ഇവിടെ ഈ കോർണർ എന്തുണ്ടാവും? അപ്പോൾ 0.01 0.01 0.1 1 എന്ന് പറഞ്ഞിട്ട് ഓരോ ഡിവിഷൻ എടുത്തു. അപ്പോൾ ഇത് 0.1 അല്ലേ? അപ്പോൾ നമുക്കറിയാം 0.1 മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? 34 സംതിങ്. അതവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ദെൻ അടുത്തത് 0.5 എത്ര കിട്ടുന്നത്? 20 ആണെന്ന് കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത ഏതിലാണ് കണ്ടത്? 10 വാല്യൂ 32 സംതിങ് -32 സംതിങ്. ഓക്കെ, അപ്പോൾ ആദ്യം ഒരു -20 dB/decade കുറഞ്ഞു. ദെൻ അതേപോലെ 20 dB/decade വീണ്ടും കുറഞ്ഞു. അപ്പോൾ മൊത്തം -40. ഇങ്ങനെ 2 റീജിയനായിട്ട് ബോർഡ് പ്ലോട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ബോർഡ് പ്ലോട്ട് നമ്മുടെ ബോർഡ് പ്ലോട്ടിൻ്റെ ഫസ്റ്റ് മാഗ്നിറ്റ്യൂഡ് പ്ലോട്ട് മാത്രമേ ആയിട്ടുള്ളൂ.
സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫേസ് പ്ലോട്ട് വരയ്ക്കണം. ഫേസ് പ്ലോട്ട് വരയ്ക്കണമെങ്കിൽ ഫേസിൻ്റെ ഇക്വേഷൻ അറിയണം. ഫേസ് അപ്പോൾ ഫസ്റ്റ് 5/j ഒമേഗ എന്ന് പറയുന്ന ടേം കൊണ്ട് ഉണ്ടാകുന്ന ആംഗിൾ എത്രയാണ്? -90 ഡിഗ്രി. ഡിനോമിനേറ്ററിലാണ്, അപ്പോൾ -90. ദെൻ 1+2j ഒമേഗ ആണല്ലോ, അപ്പോൾ അതിൻ്റെ ആംഗിൾ tan ഇൻവേഴ്സ് 2 ഒമേഗ. അപ്പോൾ അതും ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു മൈനസ്. അപ്പോൾ -90 മൈനസ് tan ഇൻവേഴ്സ് 2 ഒമേഗയാണ് ഫൈ. അപ്പോൾ ഈ ഫൈൻ്റെ ഇക്വേഷനിൽ ഒമേഗയ്ക്ക് ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പം നമ്മൾ എടുത്തിരിക്കുന്ന നേരത്തെ ഗെയിൻ കാണാൻ എടുത്തിരിക്കുന്ന അതേ ഫ്രീക്വൻസീസ് ഒക്കെ ഉപയോഗിക്കാം. 0.1, 0.5, 1.5, 10 ഒക്കെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതങ്ങനെ വരച്ച് വെച്ചിരിക്കണം. നോക്കി ഫേസ് പ്ലോട്ട് 0.1, 1.5, 10 വാല്യൂസ് വെച്ചിട്ട് ഫേസ് പ്ലോട്ട് റഫായിട്ട് പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞു. ഇത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താ കാണേണ്ടത്? അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഡിറ്റർമിനേഷൻ ഓഫ് ഫേസ് മാർജിൻ ഓഫ് ദ അൺകോമ്പൻസേറ്റഡ് സിസ്റ്റം ആണ്. അപ്പോൾ അൺകോമ്പൻസേറ്റഡ് സിസ്റ്റത്തിൻ്റെ ഫേസ് മാർജിൻ, അപ്പോൾ എന്താണ് ഫേസ് മാർജിൻ എന്ന് അറിഞ്ഞിരിക്കണം അല്ലേ? ഫേസ് മാർജിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗെയിൻ ക്രോസ് ഓവർ ഫ്രീക്വൻസിയിലുള്ള ഫേസ് കണ്ടുപിടിച്ചിട്ട് അതിന് 180 ഡിഗ്രിയോട് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഫേസ് മാർജിൻ. എന്നുകൂടെ പറയാം, ഗെയിൻ ക്രോസ് ഓവർ ഫ്രീക്വൻസിയിൽ എന്താണോ ആംഗിൾ എന്ന് നോക്കുക, ആ ആംഗിൾ 180 ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫേസ് മാർജിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക, എവിടെയാണ് ഗെയിൻ ക്രോസ് ഓവർ ഫ്രീക്വൻസി? ഗെയിൻ ക്രോസ് ഓവർ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഗെയിന് 0 ആവുന്നത്. അപ്പോൾ ഇത് നോക്കിയേ, ഇതല്ലേ ഗെയിനിൻ്റെ ആക്സിസ്? ഈ ആക്സിസ് 0 എന്ന് പറയുന്നത് എവിടെയാണ്? അപ്പോൾ ഇത് 0 ആവുന്ന സമയത്തുള്ള വാല്യൂ എന്ന് പറയുന്നത് ഇതല്ലേ ഗെയിൻ, അതായത് മാഗ്നിറ്റ്യൂഡ് പ്ലോട്ടിൽ ഇവിടെയാണ് 0 ആവുന്നത്. ഈ 0 ആവുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസിയാണ് ω/GC. ഈ ω/GCയിൽ നമ്മൾ ഫേസ് നോക്കുക. അപ്പോൾ നമുക്ക് ഫേസിൻ്റെ വാല്യൂ കിട്ടുന്നത് എന്താണ്? ഫേസിൻ്റെ വാല്യൂ -162 എന്ന് കിട്ടും. അപ്പോൾ ഫേസ് -162 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ആ ഫേസ് ആണ് 5GC, അതായത് ഗെയിൻ ക്രോസ് ഓവർ ഫ്രീക്വൻസിയിലുള്ള ഫേസ് ആണ് ഇപ്പോൾ നമുക്ക് കിട്ടിയത് 5GC. ഈ 5GC + 180 എന്ന് പറയുന്നതാണ് ഫേസ് മാർജിൻ. ഇപ്പോൾ 180 - 162 എന്ന് പറയുന്നത് എത്ര ഉണ്ടാകും? 18 ഡിഗ്രി. ഈ 18 ഡിഗ്രിയാണ് എന്ത്? ഈ 18 ദാറ്റ് ഈസ് ദ ഫേസ് മാർജിൻ. ക്ലിയർ അല്ലേ? നോക്കി. ഓക്കെ, ഡിറ്റർമിനേഷൻ ഓഫ് ഫേസ് മാർജിൻ 5GC, ഫേസ് ഓഫ് G of j omega at gain crossover frequency, and gamma, the phase margin of the uncompensated system. 5GC - 162 80, 180 + 5GC എന്ന് പറയുന്നത് 180 - 162 ദാറ്റ് ഈസ് 18 ഡിഗ്രി. അതാണ്. ഓക്കെ, പക്ഷെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഫേസ് മാർജിൻ എത്ര വേണം? 40 ഡിഗ്രി വേണം. അപ്പോൾ ഇത് സാറ്റിസ്ഫൈഡ് ആണോ? അല്ല, 18 ഡിഗ്രിയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ലാബ് കോമ്പൻസേറ്റർ ഡിസൈൻ ചെയ്യണം. അപ്പോൾ നമ്മൾ ഡിസൈഡ് ഫേസ് മാർജിൻ 40 ആണെങ്കിൽ നമ്മൾ എത്ര എടുക്കണം? ഇനീഷ്യൽ ചോയ്സ് ε5 എടുത്തിട്ട് ഫേസ് മാർജിൻ ഓഫ് ദ പുതിയ കോമ്പൻസേറ്റഡ് സിസ്റ്റത്തിൻ്റെ ഫേസ് മാർജിൻ ഒരു 40. അപ്പോൾ 40 + 5 45 ഡിഗ്രി വേണം എന്നുള്ള രീതിയിൽ വേണം നമ്മൾ ഡിസൈനിലേക്ക് പോകാൻ. അപ്പോൾ ഇത് 45 ഡിഗ്രി ആണെങ്കിൽ പിന്നെ ആ 45 ഡിഗ്രി കിട്ടണമെങ്കിൽ അതായത് ഗെയിൻ ക്രോസ് ഓവർ ഫ്രീക്വൻസി എന്താണെന്ന് നോക്കുക. അതാണ് അടുത്ത സ്റ്റെപ്പ്. ഈ ഗ്രാഫിലേക്ക് ഒന്ന് നോക്കിയേ, 45 ഡിഗ്രി അല്ലേ പറഞ്ഞത്? ഓക്കെ, അപ്പോൾ നമുക്ക് 45 ഡിഗ്രി എത്തണമെങ്കിൽ എന്താ ഈ ഇത് കണ്ട 45 ഡിഗ്രി അല്ലേ? ഇവിടെ 45 ഡിഗ്രി കിട്ടണം അല്ലേ? അപ്പോൾ 180 - 45 അതും 5GC + 180 കൂട്ടിയാലാണ് എന്ത് കിട്ടേണ്ടത്? ഫേസ് മാർജിൻ കിട്ടേണ്ടത്. നമ്മുടെ ഫേസ് മാർജിൻ 45 ആണ്. അപ്പം 180 - 45 കുറച്ച് കഴിഞ്ഞാൽ 5GC എത്ര വേണം? ഓക്കെ, അതാണിത്. അതെത്ര വന്നു? -135 വന്നു. അപ്പോൾ ഈ -135 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി നോക്കുക. കറസ്പോണ്ടിങ് ഫ്രീക്വൻസി എന്താണ്? 0.5. അപ്പോൾ നമ്മുടെ ω/GC എന്താണ്? 0.5. ഈ അതായത് പുതിയ ω/GC അല്ലേ? അപ്പോൾ 45 കിട്ടണമെങ്കിൽ ആ 45-ലുള്ള ഗെയിനാണ് ഇപ്പോൾ നമ്മൾ നോക്കിയിരിക്കുന്നത്. ആ ഗെയിൻ അല്ല, ഫ്രീക്വൻസി. ആ ഫ്രീക്വൻസിയാണ് 0.5. ഇനി ഈ 0.5 പുതിയ ω/GC അല്ലെങ്കിൽ പുതിയ ഗെയിൻ ക്രോസ് ഓവർ ഫ്രീക്വൻസിയിൽ
ഉള്ള ഗെയിൻ എന്താണെന്ന് നോക്കുക. ഓക്കെ, ആ ഗെയിനിൻ്റെ വാല്യൂ എന്ത് കിട്ടും? 20 ഡെസിബൽ എന്ന് കിട്ടും. അപ്പോൾ AGCN എന്താണ്? 20 ഡെസിബൽ. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ സ്റ്റെപ്പ് നോക്കാം. നമുക്കറിയാം 45 അപ്പോൾ 45 എന്ന് പറഞ്ഞാൽ 45 ഈക്വൽ ടു 180 പ്ലസ് 5 GCN. സോ 5 GCN ഈക്വൽ ടു ഗാമ n മൈനസ് 150, 45 മൈനസ് 150 ഈക്വൽ ടു മൈനസ് 135. എന്നിട്ട് നമ്മുടെ ബോർഡ് പ്ലോട്ടിൽ ഫേസ് പ്ലോട്ടിൽ മൈനസ് 135 കിട്ടുന്നത് ഏത് ഫ്രീക്വൻസിയിലാണ് നോക്കി, അത് 0.5 ആണ്. ഒമേഗ GCN 0.5 എന്ന് കിട്ടി. ഇനി ഈ 0.5 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗെയിന് നമ്മൾ നോക്കി. ആ ഗെയിൻ നോക്കിയ സമയത്ത് അതെന്താണ്? 20 ഡെസിബൽ എന്നാണ് പറഞ്ഞു. അപ്പോൾ AGCN 20 ഈക്വൽ ടു 20 log ബീറ്റ. സോ ബീറ്റ ഈസ് ഈക്വൽ ടു 10⁻20/20 ഈക്വൽ ടു 10. ഇപ്പോൾ ബീറ്റയുടെ വാല്യൂ കിട്ടി. ഇനി 0 of the compensator equal to 1/t and t equal to 10/omega GCN, that is value കിട്ടി. ഓക്കെ, അപ്പോൾ ടിയും ബീറ്റയും കിട്ടിക്കഴിഞ്ഞാൽ 1/t and 1/βt, അതാണ് സീറോയും പോളും. പോൾ എന്താണ് കാൽക്കുലേറ്റ് ചെയ്ത്. അപ്പോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എഴുതി നോക്കി. s plus 1/t divided by s plus 1/βt, ബീറ്റ ഇൻറ്റു, സോ 10 ഇൻറ്റു 1 plus 20s divided by 1 plus 200s. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ ആ ബ്ലോക്ക് ഡയഗ്രാം വെച്ചു. നമ്മൾ ആ പ്രൊസീജിയറിൽ എന്താണോ എഴുതിയിരിക്കുന്നത് ഇതേ സ്റ്റെപ്പ് തന്നെ. ഏത് പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാലും ലാഗ് കോമ്പൻസേറ്റർ ആണ്, ബോർഡ് പ്ലോട്ട് യൂസ് ചെയ്തുള്ള ഡിസൈൻ ആണ്. ഇതേ സ്റ്റെപ്പ് തന്നെ ഫോളോ ചെയ്താൽ മതി. ഓക്കെ, ലാഗ് കോമ്പൻസേറ്റർ വെച്ച് കഴിഞ്ഞപ്പോൾ ഒറിജിനൽ സിസ്റ്റം ഏത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? 5/s × 1 + 2s. അതിനോടുകൂടി 1/βയും ദെൻ 1 + st/1 + sβt എന്ന് പറയുന്നതും കൂടെ ആഡ് ചെയ്തു. അപ്പോൾ പുതിയ ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമുക്ക് കിട്ടി. ഇത് മൊത്തം ഇൻറ്റു ചെയ്തു. ഇനി ഇതിൻ്റെ ഫേസ് മാർജിൻ എന്താണ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇതിൻ്റെ ഫേസ് മാർജിൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഫേസിൻ്റെ ഇക്വേഷൻ എഴുതി. ഫേസിൻ്റെ ഇക്വേഷൻ എന്താണ്? ഫസ്റ്റ് ന്യൂമറേറ്ററിലൊരു ടേം ഉണ്ട്. അതിൻ്റെ ആംഗിൾ എന്താ? tan ഇൻവേഴ്സ് 20. കാരണം 1a + jb ആണെങ്കിൽ b/a. അപ്പോൾ 20 അല്ലേ 20 ഒമേഗ ഡിവൈഡഡ് ബൈ 1 ആണ്. അപ്പോൾ tan ഇൻവേഴ്സ് 20 ഒമേഗ. ഇത് കണ്ടോ? tan ഇൻവേഴ്സ് 20 ഒമേഗ ഡിവൈഡഡ് ബൈ ഇതിൻ്റെ എത്ര? ജെ ഒമേഗ അല്ലേ ഉള്ളത്. ഡിവൈഡഡ് ബൈ ജെ ഒമേഗ ആകുമ്പോൾ ഇതിൻ്റെ ആംഗിൾ എത്ര ഉണ്ടാവുക? 90. മുകളിലേക്ക് എടുക്കുമ്പോൾ എന്തായിട്ട് മാറി? -90. അപ്പോൾ ദെൻ -90. ദെൻ 1 + 200 ജെ ഒമേഗ വരുമ്പോൾ tan ഇൻവേഴ്സ് 200 ഒമേഗ. അപ്പോൾ അത് മുകളിലേക്ക് വരുമ്പോൾ -tan ഇൻവേഴ്സ് 200 ഒമേഗ. ദെൻ ഇത് -tan ഇൻവേഴ്സ് 2 ഒമേഗ. ഇത് പേരെല്ലാം നോക്കി. tan ഇൻവേഴ്സ് 20 ഒമേഗ -90 tan ഇൻവേഴ്സ് 200 ഒമേഗ tan ഇൻവേഴ്സ് 2 ഒമേഗ. ഇനി നമുക്കറിയാം ഈ പുതിയ കോമ്പൻസേറ്റ് ചെയ്ത സിസ്റ്റത്തിൻ്റെ ഒമേഗ ഗെയിൻ ക്രോസ് ഓവർ ഫ്രീക്വൻസിയാണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഗെയിൻ ക്രോസ് ഓവർ ഫ്രീക്വൻസി നേരത്തെ കിട്ടിയ ഒമേഗ GCN ഇവിടെ നേരത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അല്ലാതെ ബോർഡ് പ്ലോട്ട് ഒന്നും വരച്ച് നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് കിട്ടി? പുതിയ സിസ്റ്റത്തിൻ്റെ 5 GCU കിട്ടി. ദാറ്റ് ഈസ് -140. അപ്പോൾ γ0 എന്ന് പറയുന്നത് 180 + 5 GCN, ദാറ്റ് ഈസ് ഈക്വൽ ടു 40. ഓക്കെ, 40 ആയിരുന്നല്ലോ നമുക്ക് റിക്വയർഡ് ഫൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ കോമ്പൻസേറ്റ് ചെയ്ത പുതിയ സിസ്റ്റത്തിന് 40 ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒന്നുകൂടി ശ്രദ്ധിക്കുക. 40 കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? 40 + 5 എടുത്തിട്ടാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടും കറക്റ്റ് 40 നമുക്ക് വരുന്നില്ലെങ്കിൽ വീണ്ടും നമ്മൾ 5 കൂടെ കൂട്ടിയിട്ട് വീണ്ടും ഡിസൈന് ചെയ്യേണ്ടിയിരിക്കുന്നു. ഓക്കെ, എന്നിട്ട് കൺക്ലൂഡ് ചെയ്യുക. ദ ആക്ച്വൽ ഫേസ് മാർജിൻ ഓഫ് ദ കോമ്പൻസേറ്റഡ് സിസ്റ്റം സാറ്റിസ്ഫൈഡ് ദ റിക്വയർമെൻറ്റ് ഹെൻസ് ദ ഡിസൈൻ ഈസ് ആക്സെപ്റ്റബിൾ. ദെൻ റിസൾട്ട് എഴുതുക. ലാഗ് കോമ്പൻസേറ്ററിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്താണെന്ന് എഴുതുക. ദെൻ കോമ്പൻസേറ്റ് ചെയ്ത സിസ്റ്റത്തിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷനും എഴുതുക. ഇത്രയായാൽ നമ്മുടെ കോമ്പൻസേറ്റഡ് ഡിസൈന് കംപ്ലീറ്റ് ആയി. കംപ്ലീറ്റ് സ്റ്റെപ്പും ഈ ഗ്രാഫും ഈ ഓരോ മാർക്കിങ്സും എല്ലാം ഇതിൽ ഉണ്ടായിരിക്കണം.